ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എനിക്കിന്ന് ലൈവ് അങ്ങനെ കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പിസോഡ് കണ്ടിട്ടുണ്ട്. എപ്പിസോഡ് ഞാൻ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. എനിക്കറിയാം എപ്പിസോഡിൽ കുറേ എഡിറ്റിംഗ് വരും, കാരണം ലൈവ് കണ്ടിട്ട് എപ്പിസോഡ് കാണുമ്പോൾ എനിക്കത് മനസ്സിലാവാറുണ്ട്. എന്നാലും ഞാൻ ആദ്യം എപ്പിസോഡാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നെ ആ ലൈവ് ഫുള്ള് കണ്ടിട്ട് പിന്നെ എപ്പിസോഡ് കാണുമ്പോൾ കുറേ എഡിറ്റിംഗ് വരുന്നുണ്ട്. എഡിറ്റിംഗ് കുറേ വന്നിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് ലൈവ് കാണാൻ പറ്റിയില്ല. സോ നമുക്ക് എപ്പിസോഡ് പറയാം. അപ്പോൾ ഇന്ന് രാവിലെ അതിന് മുന്നേ കഴിഞ്ഞ ദിവസത്തെ കാര്യം പറയാം. കഴിഞ്ഞ ദിവസത്തെ ഈ പവർ ടീമിൽ ആരൊക്കെയാണെന്നല്ലോ, അപ്സര, അർജുൻ, പിന്നെ റസ്മിൻ എന്തോ സുഖമില്ലാണ്ട് ഇപ്പം ട്രീറ്റ്മെൻറ്റിന് വേണ്ടി റസ്മിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പവർ ടീമിൽ അപ്സര ഉണ്ട്, അർജുനുണ്ട്, റസ്മിൻ ഉണ്ട്, പിന്നെ ഗബ്രി ഉണ്ട്. ഓക്കെ, അപ്പം പവർ ടീമിൽ പുതിയ കുറേ സംഗതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അതായത് പവർ ടീമിൽ ഉള്ളവർക്ക് ഫുഡ് കൊടുത്തിട്ട്, ഫുഡ് ആദ്യം മറ്റേ രാജാക്കന്മാരെ പോലെ പവർ ടീമിൽ ആൾക്കാർ വന്നിരിക്കുന്നു, അവർക്ക് ഫുഡ് കൊടുക്കുന്നു, അതിനുശേഷം ബാക്കിയുള്ളവരെല്ലാവരും ഒരുമിച്ച് വന്നിരുന്ന് കഴിക്കണം എന്നൊക്കെ പറയുന്നു. അതിനെ ജിൻഡു എതിർക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും രാവിലെ എഴുന്നേറ്റിട്ടും അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനും ഡ്രസ്സ് മാറാനും കുളിക്കാനും പോകാനും ഒക്കെ ഓരോരോ ടൈം ഉണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ ടാസ്ക് വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇവർ കഴിക്കുമ്പോൾ അപ്പം തന്നെ വന്നിരുന്ന് എല്ലാവരും കഴിക്കണം, അതൊന്നും പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് ജിൻഡു അത് എതിർത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം രാവിലെ അതായത് രാവിലെ മോർണിംഗിൽ ഒരു പാട്ടുണ്ടല്ലോ. അപ്പോൾ അവർ ഈ പാട്ട് കേട്ടിട്ടാണല്ലോ എല്ലാവരും ഉണരുന്നത്. ഉണർന്ന് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും അവരവരുടേതായ ബാത്റൂം പോകാനൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ആ സമയത്ത് തന്നെ പെട്ടെന്ന് എല്ലാവരും നേരത്തെ നിർത്തി, മറ്റേ സ്കൂളിൽ നമ്മളെ ഹെഡ് മിസ്ട്രസ് പറയുന്ന പോലെ എല്ലാവരും നേരത്തെ നിർത്തിയിട്ട്, അല്ല ഹെഡ് മിസ്ട്രസ് ഒക്കെ പറയുന്ന പോലെ നേരത്തെ നിർത്തിയിട്ട് എല്ലാവരുടെ അടുത്തും ഈ വലിയ പവർ ടീം ഞങ്ങൾ ഭയങ്കര സംഭവമാണ്, ഞങ്ങളെ നിങ്ങൾ അനുസരിക്കണം എന്ന് കാണിക്കണ മാതിരി കുറേ കാര്യങ്ങൾ നിങ്ങൾ അത് ചെയ്യണം. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും, എന്നാലും അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ഇതുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ജാൻമണി എതിർത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് രാവിലെ എൻ്റെ ടൈം നിങ്ങൾ എടുക്കരുത്, എനിക്ക് രാവിലെ എൻ്റെ കാര്യങ്ങൾക്ക് ടൈം വേണം, അതെടുക്കരുത് എന്നൊക്കെ ജാൻമണി പറയുന്നുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായെന്ന് എനിക്കിത് പറയാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ജാൻമണി രാവിലെ ഇവർ നിർത്തി ഇങ്ങനെ ഞങ്ങൾ വലിയ ആൾക്കാർ, ഞങ്ങൾ പറയണതൊക്കെ കേൾക്കണം എന്നുള്ള രീതിയിൽ നിർത്തി പറഞ്ഞപ്പോൾ ജാൻമണി അതിനെ എതിർത്തിട്ട് അവിടെ പോയി സിഗരറ്റ് എന്തോ വലിക്കുമ്പോൾ എല്ലാവരും ജാൻമണിയുടെ അടുത്തേക്ക് സപ്പോർട്ടിന് വേണ്ടി ചെല്ലുമ്പോൾ അപ്സര അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അപ്സരയ്ക്ക് മനസ്സിലായി എല്ലാവരും ക്യാമറ സ്പേസ്, അതായത് എല്ലാവരിലേക്കും ക്യാമറ പോകുന്നുണ്ടെന്ന് കണ്ടുടനെ വേഗം അപ്സര അവിടെ ഇരുന്നിട്ട് പറയണം ജാസ്മിൻ ചെല്ലുന്നുണ്ട് എല്ലാവരുടെ ഒപ്പം. ജാസ്മിൻ ചെല്ലുമ്പോൾ കൈ അടിച്ചിങ്ങനെ വിളിച്ചിട്ട് പറയുന്നത് എല്ലാവരുടെ അടുത്തും അവരവരുടെ ജോലിക്ക് പോകാൻ പറയുന്നത്. അപ്സര അവിടെ ഇടയിൽ കയറിയിട്ട് ഞാൻ ആലോചിക്കുകയാണ്, ഈ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നപ്പോൾ ലാലേട്ടൻ ഇഷ്ടപ്പെട്ട ആളുടെ ഗെയിമറുടെ പിന്നെ ഫ്ലെക്സിൽ ഈ മാല ഇടാൻ പറഞ്ഞപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർ അപ്സരയുടെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫേക്ക് ഗെയിം പോലെ ഫീൽ ചെയ്തു. കാരണം ഞാൻ പറഞ്ഞല്ലോ അന്ന് ഈ പറഞ്ഞ പോലെ ജോലി ചെയ്തിട്ട് മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്ന പോലെ അങ്ങനത്തെ ഒരു ആക്ഷൻസ് എനിക്ക് അപ്സര എടുത്ത് എനിക്ക് ഫീൽ ചെയ്തു ലൈവ് കണ്ടപ്പോൾ. പിന്നെ എന്തുകൊണ്ട് ഇവരെന്താ ഇങ്ങനെ അപ്സരേനെ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷെ അപ്സരയുടെ ആ ക്യാരക്ടർ പതിയെ പുറത്ത് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെയാണ് അപ്സര കാണിച്ചത്. എല്ലാവരും ചെന്ന് നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അവരതിൽ ഇടപെടാതിരിക്കാനും ജാൻമണിക്ക് സപ്പോർട്ട് കിട്ടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് അപ്സരയ്ക്ക് ജാസ്മിനിലുള്ള ഇൻഫ്ലുവൻസ് എടുത്തിട്ട് പെട്ടെന്ന് അപ്സര ജാസ്മിനോട് പറയണ എല്ലാവരോടും പോയിട്ട്, അപ്സര പവർ ടീമിലെ ആളാണ്, പക്ഷെ ജാസ്മിനാണ് ക്യാപ്റ്റൻ. ജാസ്മിൻ വേഗം അപ്സരയുടെ ഒരു ഒരു കളിപ്പാവി പോലെ പെട്ടെന്നായി മാറി. കാരണം അപ്സരയാണ് അവിടെ സത്യത്തിൽ പവർ ടീമിൽ ഇരുന്നുകൊണ്ട് അപ്സരയാണ് പലരെയും ഡയറക്റ്റ് ചെയ്യുന്നത്. ജാസ്മിൻ അറിയാതെ അപ്സര ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ജാസ്മിൻ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്താ പറയുക, എല്ലാവരോടും പോയി ജോലി ചെയ്യാൻ പറയും. അപ്പോൾ പെട്ടെന്ന് അവർ കണ്ണോണ്ടിങ്ങനെ ആക്കുമ്പോഴും ജാസ്മിൻ പെട്ടെന്ന് വീണ് പോവാണ്. ജാസ്മിൻ എല്ലാവരോടും ശരി എല്ലാവരും പൊക്കെ എല്ലാവരും ജോലി ചെയ്യുന്നു പറയുന്നു. അപ്പം നമ്മുടെ അൻസിബയ്ക്ക് അത് മനസ്സിലായി. അൻസിബയ്ക്ക് ആ ടോണും മനസ്സിലായി, ആ ആക്ഷനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അൻസിബ അത് എതിർത്തു. ആ സംഭവം എതിർത്തിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ അതാണ് കഴിഞ്ഞ ദിവസം ഒരു മോർണിംഗിലുണ്ടായ സംഭവം. അതേ സംഭവം തന്നെ പിറ്റേ ദിവസം ഇന്നത്തെ മോർണിംഗിലും ഞാൻ എപ്പിസോഡ് കണ്ടിട്ടാണ് പറയണത്. ഇന്നത്തെ മോർണിംഗിലും അതേപോലെ എല്ലാവരും നിർത്തിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം അൻസിബ ഞാനിതിൽ പങ്കെടുക്കില്ല എന്ന് അൻസിബ പറയുന്നു. ഇന്നലെ തന്നെ ഇങ്ങനെ കൈ അടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അപ്സര പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നു. അപ്പോൾ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് അൻസിബ അവിടെ നിന്ന് പോകുന്നു. ബാക്കി അവിടെ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞിട്ടും അപ്സരയ്ക്ക് അൻസിബയോട് വന്നപ്പോൾ തൊട്ട് അതായത്
സ്റ്റാർട്ടിങ്ങിൽ അപ്സരയും അൻസിബയും ഭയങ്കര ക്ലോസ് ആയി വരികയായിരുന്നു. അപ്പോൾ അൻസിബയ്ക്ക് മനസ്സിലായി അപ്സര കുറച്ച് ഫേക്ക് കളിക്കുന്നുണ്ടെന്ന് അൻസിബയ്ക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അൻസിബ പതുക്കെ അപ്സരയുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഉൾവലിഞ്ഞു പോയി. അപ്പോൾ അപ്സരയുടെ ഉള്ളിൽ ഇത് ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്സര ആ പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു ഇഷ്യൂ വെച്ചിട്ടാണ് അൻസിബിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ അപ്സര പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നുണ്ട്, അൻസിബ പറഞ്ഞു എനിക്ക് പവർ ടീമിലൊന്നും കയറാൻ ആഗ്രഹമില്ലെന്ന്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അപ്സര പറയുന്നുണ്ട് പവർ ടീമിൽ കയറാൻ ആഗ്രഹമില്ല, ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറയിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് അപ്സര സംസാരിച്ചതും. അത് കഴിഞ്ഞിട്ട് അതിൽ പിറ്റേ ദിവസം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പിറ്റേ ദിവസം അൻസിബ ഇതിലൊന്നും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് അവിടെ പോയിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ കുറേ പറഞ്ഞു, അവിടെ പങ്കെടുക്കാൻ പോയി. അപ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ അപ്സര ഇതെല്ലാം അസ്വസ്ഥയാണ്. അപ്സരയ്ക്ക് എങ്ങനെയെങ്കിലും അൻസിബിനെ തോൽപ്പിക്കണം, പിന്നെയും പോയി പറയണം, പിന്നെയും നമ്മൾ ഈ പറഞ്ഞ പോയി ചൊറയണം എന്ന് പറയില്ല, അതേപോലെ. അപ്പം ടീമിനെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക, നിങ്ങൾ എന്താ ഇങ്ങനെ പറയണം, നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ല, എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞില്ല, എൻ്റെ കൂടെ നിൽക്കുക, നമുക്ക് പോയി പറയാം, അതെന്തായാലും അൻസിബയോട് പറയണം എന്ന് പറഞ്ഞിട്ട് ഇവർ അപ്സരയുടെ ഡയറക്ഷനിൽ ഇവർ ഒരുമിച്ച് പോവുകയാണ്. ഇവർ പോയി നിന്നിട്ട് അൻസിബയോട് ഒരുമിച്ച് നിന്ന് ഒറ്റയ്ക്ക് അൻസിബ ഇരിക്കുന്നിടത്ത് പോയി ഇവർ ഗ്രൂപ്പായി നിന്നിട്ട് സംസാരിക്കുകയാണ്. അൻസിബ ഇതിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി രാവിലെ. പിന്നെ ഗെയിമാണ് വരുന്നത്, പവർ റൂമിലേക്ക് കയറാനുള്ള ഗെയിം വരുന്നു. ഗെയിമിൽ ഒരു ഭാഗം ഒരു ഗെയിം ഞാൻ പറയാം. ഏതൊക്കെ ഗെയിമാണ് പറഞ്ഞത്? ആദ്യത്തെ പിന്നെ ഈ ടി വിയിൽ ഫോട്ടോ കാണിച്ച് അത് ഏത് സിറ്റുവേഷനിൽ ആര് പോയി, ആരാണ് വന്നത്, എന്താന്നുള്ളത് പറയുക. പിന്നെ അതേപോലെ തന്നെ ഒരു ഗെയിം ഏതാ, ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം. അതായത് അവിടെ നിന്ന് ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്യുമല്ലോ, ആ സംഭവം പേപ്പറിലാക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്. ആ സെൻറ്റൻസ് ഇങ്ങനെ ആ പേപ്പറിൽ എഴുതിയിട്ട് വായിക്കുക. വായിച്ചു കൊടുക്കുമ്പോൾ ഈ ടീമിൽ ആർക്കാണത്, ആരോട് പറഞ്ഞു എന്ന് മനസ്സിലായെങ്കിൽ പറയുക. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയുണ്ടെങ്കിൽ അവർക്ക് പോയിന്റ്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് ആ ഗെയിമിൽ ശരിക്കും ഇവരെ തമ്മിൽ തല്ലിക്കാനുള്ളൊരു ഗെയിം തന്നെയാണ് വരുന്നത്. അതിലാണെങ്കിൽ ശ്രീധുവിനെ പറ്റി ഋഷി എന്തോ പറഞ്ഞത് അതിനകത്തുണ്ട്. അതൊന്നും പുറത്ത് വരാതെയും ശ്രീധു ഒന്നും വഴക്കുണ്ടാക്കൊന്നുമില്ല, അതൊരു സേഫായിട്ട് പൊക്കോണ്ടിരിക്കില്ല. അത് ശ്രീധുവിനെ പ്രൊവോക്ഡ് ആക്കി, അതായത് പ്രൊവോക്ഡ് അല്ല, ശ്രീധുവിന് വിഷമായി ഋഷി എന്തിനത് പറഞ്ഞു. അതുപോലെ അപ്സര ശ്രീധുവിനെ കുറിച്ച് എന്തോ പറഞ്ഞതും രണ്ട് കാര്യങ്ങൾ. അപ്സരയും ശ്രീധുവൊക്കെ ഭയങ്കര ക്ലോസ് ആണല്ലോ, അവർക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭയങ്കര സംഭവമായിട്ട് നടക്കുന്നിട്ട് അപ്സര ഇത് പറഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ശ്രീധു ഇരിക്കുമ്പോൾ സിബിൻ വൈൽഡ് കാർഡ് എൻട്രിയിലെ സിബിൻ അവിടെ ചെന്ന് ആശ്വസിപ്പിക്കുകയും കുറച്ച് കഴിഞ്ഞിട്ട് അപ്സര അവിടെ നടന്നു വരുമ്പോൾ അപ്സര ശ്രീധുവിൻ്റെ അടുത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വരും. അപ്പോൾ ശ്രീധു പറയും ഇപ്പം വേണ്ട, പൊക്കോ, പിന്നെ പറയാം, പൊയ്ക്കോ എന്ന് പറഞ്ഞേക്കും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞേക്കും കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് സിബിൻ അവിടെ ഇരുന്നിട്ട് പൂജയുടെ അടുത്തും പിന്നെ വേറെ ഒരാളുണ്ട് ഒരിടത്ത് പറയുകയാണ് ചെറിയൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതാണെന്ന്. അതായത് അപ്സരയോട് സിബിൻ വരാൻ പറയിപ്പിച്ചതാണ് അത്ര. അപ്പോൾ ശ്രീധു പൊക്കോ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരേ ചിരി, ചെറിയൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. അതേ കുത്തിത്തിരിപ്പ് തന്നെ കുറച്ച് കഴിഞ്ഞപ്പം ജാസ്മിൻ അതേപോലെ മോർണിംഗ് ടാസ്കിൽ ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു. അതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ടൂറ് പോകുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ ബിഗ് ബോസ് വീട്ടിൽ ആരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അതിൽ സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ടൂറ് പോകുമെങ്കിൽ ഋഷിയെ കൊണ്ടുപോകും, ഋഷീനെ ഞാൻ എന്തോ ദുർഗുണ പരിഹാര പാഠശാലയോ അങ്ങനെ എവിടെയോ കൊണ്ടുപോകുമെന്ന്, അങ്ങനെയുള്ള സ്ഥലത്താണ് അങ്ങനത്തെ എന്തോ സ്ഥലത്താണ് ഋഷിനെ കൊണ്ടുപോവുക, ഋഷിയായിട്ട് ടൂറ് പോവാന്ന് സിബിൻ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. പിന്നെ ഞാൻ കുറച്ച് കണ്ട് ജാസ്മിൻ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. ആ മീറ്റിങ്ങിൽ ഋഷിയും സിബിനും തമ്മിലൊരു സംസാരം ഉണ്ടാവുന്നു. അപ്പോൾ അതിനിടയിൽ വേഗം ജാസ്മിൻ കയറിയിട്ട് അതെന്താണ്, പിന്നെ സിബിൻ എന്താ പറ്റിയത്, ഋഷിക്ക് എന്താ പറ്റിയതെന്ന് ജാസ്മിൻ സംസാരിക്കുന്നു. അപ്പോൾ സിബിൻ പറയാണ് എൻ്റെ തെറ്റെന്താണെന്ന് ജാസ്മിൻ ആണോ പറയുന്നത്, ഓക്കെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ഒന്ന് ഇരുത്തി കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവുന്നുണ്ട് സിബിനും ഋഷിയും. അപ്പോൾ എനിക്ക് തോന്നുന്നു സിബിൻ കുറച്ച് മുന്നേ പറഞ്ഞു ചെറിയൊരു കുത്തിത്തിരിപ്പ് അത് അവിടെയും ഉണ്ടായി. അപ്പം തന്നെ സിബിൻ പറഞ്ഞു ഋഷി ശ്രീധുവിനെ കുറിച്ച് ഇങ്ങനൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഋഷി ശ്രീധുവിനെ കാണുമ്പോൾ പുച്ഛിച്ച് ചിരിക്കുന്നു എന്നൊരു സാധനം പറഞ്ഞു. അപ്പോൾ അത് ശ്രീധുവും ഋഷിയും തമ്മിൽ വീണ്ടും ഒരു ക്ലാഷ് ഉണ്ടാവുന്നതിന് കാരണമുണ്ടായി. ആ ഒരു മീറ്റിങ്ങിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജാസ്മിൻ പറയണമെന്നും ആരും കേൾക്കാണ്ടായി. പവർ ടീമിൽ ആൾക്കാർ കയറി ഇടപെടുന്നു, അപ്സര
കയറി ഇടപെടുന്നു. മൊത്തത്തിൽ ആകെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയ ആൾക്കാർ ഒരു വില ഇല്ലാത്ത പോലെ ആകെ അലങ്കോലമാവുന്നു. ജിൻഡോ കയറി സംസാരിക്കുന്നു. മൊത്തത്തിൽ ആകെ കലപിലയാകുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ എപ്പിസോഡിൽ കണ്ടത് പിന്നെ ഗബ്രിയും ജാസ്മിനും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. ഗബ്രിയും ജാസ്മിനും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. അതിൽ ജാസ്മിൻ പറയുന്നുണ്ട്, ഞാൻ ഓരോരുത്തരെ ആശ്വസിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവരെൻ്റെ അടുത്ത് പൊക്കോളാൻ പറയുകയാണ്, ആരും എന്നെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഇങ്ങനെ കേൾക്കാൻ തയ്യാറാവും. ഇതിന് തൊട്ട് മുന്നേ എന്തായിരുന്നു ജാസ്മിൻ ഓരോരുത്തരോട് ബിഹേവ് ചെയ്തത്? എല്ലാവരും ശത്രുക്കളെ പോലെ കണ്ട് പെരുമാറുമ്പോൾ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റനായി മാറിയ ജാസ്മിൻ സിമ്പതി സഹതാപമായിട്ട് ചെല്ലുമ്പോൾ അവർ ആരും അക്സെപ്റ്റ് ചെയ്യില്ല. അത് ക്യാപ്റ്റൻ എന്നുള്ള ആ ഒരു പദവി ഭംഗിയായി ചെയ്തു എന്നുള്ള അലങ്കാരം കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളതല്ലേ മറ്റുള്ളവർ വിശ്വസിക്കുക. അവരാരും അക്സെപ്റ്റ് ചെയ്യില്ലല്ലോ, സ്വാഭാവികം. അത് കഴിഞ്ഞാൽ അതിനു പിന്നെ സിബിൻ പറയുന്നുണ്ട് കേട്ടോ, ഗെയിമിൽ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ പൂജ ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സിബിൻ അപ്പുറത്ത് പോയിരുന്നിട്ട് പറയുകയാണ്, പൂജ ഗെയിം എല്ലാം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, എല്ലാം കൃത്യമായി പറയുന്നുണ്ട്, അവൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആ മീറ്റിംഗ് ടൈമിലെ സമയത്ത് കുറേ ക്ലാഷ് ഉണ്ടായല്ലോ. ക്ലാഷ് ഉണ്ടായപ്പോൾ ഞാൻ സായിനെ ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടോ. കാരണം നമ്മൾ ഇത്രയും നാൾ വളരെ എക്സ്പെക്ടേഷനിൽ പോയ ഒരാളാണല്ലോ. അപ്പം ഞാൻ സായി എന്താ പറയുന്നത്, എന്താ ചെയ്യണമെന്ന് പറയാൻ വേണ്ടി എനിക്ക് പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് ടെൻഷനാണ്. സായി ഞാൻ ആ ഭാഗം അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി സായി എന്താണ് ചെയ്യുന്നത്. സായി പെട്ടെന്ന് സൈലൻ്റായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു പോകും. ഇങ്ങനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്, പോവുകയാണെന്നുള്ള കൈ കാണിച്ചിട്ട് സായി നടന്നു പോകുന്നു. പക്ഷേ ആരും ശ്രദ്ധിക്കണില്ല. എല്ലാവരും അവരുടെ ക്ലാഷിൽ സംസാരത്തിലാണ്. സായി നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ സായിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. സായി തിരിഞ്ഞു നോക്കുന്നുണ്ട്, ആരും നോക്കണില്ല. കുറേ കഴിഞ്ഞപ്പം പിന്നെ ക്യാമറയിൽ നോക്കുമ്പോൾ സായി വന്നിരിക്കുന്നുണ്ട് എപ്പിസോഡിൽ. ചിലപ്പം സായി പിന്നെ ആരെങ്കിലും വിളിച്ചതാണോ സായി തന്നെ വന്നിരുന്നാണോ എന്നറിയില്ല, വന്നിരിക്കുന്നത് കണ്ടു കേട്ടോ. പിന്നെ ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ ഞാൻ പറഞ്ഞു ഒപ്പിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്യാം. ചിലപ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.